തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് സമീപത്ത് ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ ഇറങ്ങി കാണാതെയായ തൊഴിലാളിക്കായിട്ടുള്ള തിരച്ചിൽ 4 മണിക്കൂർ പിന്നിടുകയാണ്. ഇപ്പോഴും അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിക്കാത്തത് വലിയ വെല്ലുവിളി തന്നെയാണ് മുന്നിലുണ്ടാക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ജോയ് എന്ന യുവാവിനെ കാണാതെയായത്. 3 പേരടങ്ങുന്ന സംഘമാണ് തോട് വൃത്തിയാക്കാനായി ഇറങ്ങിയത്. ജോയ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. വെള്ളം ഒഴുകിയെത്തുന്ന തുരങ്ക സമാനമായ ഭാഗത്തെ മാലിന്യ കൂമ്പാരവും വെളിച്ചത്തിന്റെയും വായുവിന്റെയും കുറവും രക്ഷാപ്രവർത്തനം പ്രയാസകരമാക്കുകയാണ് എന്നാണ് സ്ഥലത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വലിയ വലകൾ എത്തിച്ച് മാലിന്യങ്ങൾ പുറത്തെടുത്ത ശേഷം മാത്രമായിരിക്കും വിശദമായ പരിശോധന നടത്താൻ സാധിക്കുക എന്നാണ് ലഭിക്കുന്ന വിവരം. ഒഴുക്കിൽപ്പെട്ടപ്പോൾ തന്നെ കൂടെയുണ്ടായിരുന്നവർ ജോയ്ക്ക് കയറിട്ട് കൊടുത്തിരുന്നു. അതിൽ പിടിച്ചു കയറാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിന് സാധിച്ചില്ല. 3 പേർ ശുചീകരണ പ്രവർത്തനത്തിനായി എത്തിയതാണ്. മാരായമുട്ടം സ്വദേശിയാണ് ജോയി ആയിരുന്നു ഉള്ളിലേക്ക് ഇറങ്ങിയത്. ഇതിനിടെയാണ് മഴ ശക്തിയായി പെയ്തതും വെള്ളം കൂടുതലായി ഒഴുകിയെത്തിയതും. ഇതോടുകൂടിയാണ് ജോയ് ഒഴുക്കിൽപ്പെട്ടത്. മുങ്ങൽ വിദഗ്ധരും ഫയർഫോഴ്സ് അടക്കമുള്ളവരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവർ സ്ഥലത്തുണ്ട്. എത്രയും വേഗം അദ്ദേഹത്തെ ജീവനോടെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് മേയർ പറഞ്ഞത്. സ്കൂബ ഡൈവിംഗ് സംഘം അടക്കമുള്ളവരാണ് പരിശോധന നടത്തുന്നത്. എന്നാൽ സ്കൂബ ഡൈവിംഗ് സംഘത്തിന് പോലും പരിശോധിക്കാൻ സാധിക്കാത്ത രീതിയിൽ മാലിന്യം നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് തോട്ടിലേത്. ഇവിടെ ഇറങ്ങി ഊളിയിട്ട് മുന്നോട്ട് പോയി നോക്കിയെങ്കിലും ഫലമുണ്ടായില്ല. ഇതോടുകൂടി രക്ഷാപ്രവർത്തനവും സങ്കീർണമായിരിക്കുകയാണ്. എന്തായാലും എത്രയും വേഗം അദ്ദേഹത്തെ പുറത്തെത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് രക്ഷാപ്രവർത്തകർ കരുതുന്നത്.